എ ടു സെഡ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഷെയർ മാർക്കറ്റ് ഇന്ന് യുവതലമുറയെ ആഗോളം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു വലിയൊരു ബിസിനസ് പരിപാടിയാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഷെയർ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഓരോ യുവാക്കൾക്കും അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഫിനാൻസ് കൺസൾട്ടൻറ്റ് റനീഷ് കാര്യംപറ്റും. ചേട്ടാ നമസ്കാരം. അപ്പോൾ എനിക്ക് ഈ എപ്പിസോഡിൽ ചോദിക്കാനുള്ള പ്രധാന ചോദ്യം ഷെയർ മാർക്കറ്റാണ്. യുവതലമുറ ഷെയർ മാർക്കറ്റിലാണ് ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ ശ്രദ്ധിക്കണം ഷെയർ മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോൾ? ഷെയർ മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പം കൂടുതൽ യുവതലമുറയെ എല്ലാം ഇതിലേക്ക് ആകർഷ്ടരാകുന്നത് സാധാരണ ഈ ഫേസ്ബുക്കിലൊക്കെ ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തിരി പരസ്യങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് പോയി തലവെച്ചാണ് മിക്കവരും ഇത് ഷെയർ ട്രേഡിങ് പഠിക്കാനൊക്കെ തുടങ്ങുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷെയർ എന്ന് പറയുന്നത് വലിയ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. പക്ഷേ അതിനെ ഒരു ഗ്യാംബ്ലിംഗ് രീതിയിലാക്കുന്നതാണ് ഈ പറഞ്ഞ പോലെ ഷെയർ ട്രേഡിങ്. രാവിലെ മേടിക്കുക, വൈകിട്ട് വിൽക്കുക, ഈ പറഞ്ഞ പരിപാടി ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഡേ ട്രേഡിംഗ് ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ശക്തമായൊരു അഭിപ്രായം. ഡേ ട്രേഡിംഗ് ചെയ്യുന്നവർക്കാണ് ഈ പറയുന്ന അവസാനം ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഗതി വരുന്നത്. വലിയ നഷ്ടങ്ങൾ, വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ തകർന്നു പോയ അനുഭവങ്ങളുണ്ട്. ഈ ഷെയർ ട്രേഡിങ്ങിലൂടെ വലിയ പണം നഷ്ടപ്പെട്ട് നല്ല രീതിയിൽ നടന്നു പോകുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ അവരവരുടെ ബിസിനസ്സിൽ നിന്ന് കാല് പറിച്ച് ഈ ഷെയർ ട്രേഡിങ് പോലുള്ള പരിപാടിയിലേക്ക് പോകും. അപ്പം വലിയ ലാഭം കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ലാഭം കിട്ടിയേക്കാം, 1-2 തവണ ചീട്ടുകളി പോലെയാണ്. ചിലപ്പോൾ ലാഭം കിട്ടും, ചിലപ്പോൾ നഷ്ടം വരും. എന്ന് പറയുന്ന പോലത്തെ പരിപാടിക്ക് പോയാൽ നമുക്ക് വലിയ നഷ്ടത്തിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഷെയർ ട്രേഡിങ് ചെയ്യാതിരിക്കുക. ഷെയർ വാങ്ങിച്ചു, നല്ല കമ്പനികളുടെ ഷെയർ എത്ര വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചിടാം. ഒരു ലോങ് ടൈമിലേക്ക് വലിയ അത്രയും റിട്ടേൺ തരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ ഇല്ല. അപ്പോൾ ഈ ഷെയർ ട്രേഡിങ്ങിൽ തന്നെ ഇപ്പോൾ പലരും തിരിയുമ്പോൾ അവർ എടുത്ത് ഓരോന്നിലും കിട്ടുന്ന വരുമാനം ഓരോരുത്തർ പറയും നീ ഷെയർ മാർക്കറ്റിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പറഞ്ഞ് ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇതിലോട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു സംഭവം ഒരു മിനിമം നോളജ് ഉണ്ടാവണമല്ലോ. മിനിമം നോളജ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ എമൗണ്ടിൽ തുടങ്ങണമെന്ന് പറയുന്നത്. ഒരുമാതിരിപ്പെട്ട കമ്പനികളുടെ എല്ലാം നമ്മൾ നിക്ഷേപം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനികളുടെ എല്ലാം ബാലൻസ് ഷീറ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് അവരെന്തായാലും ഒരു പബ്ലിക് ഫ്രോഡ് കാണിച്ചായിരിക്കും വെക്കുന്നത്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഷെയർ കൂട്ടി ബാലൻസ് ഷീറ്റ് ഒക്കെ അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ഈ പറഞ്ഞ പോലെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ അതിനകത്ത് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ കാണും, അല്ലെങ്കിൽ ഇത് ചെയ്യാനൊക്കെ പറ്റും, ചെറിയ ഇതൊക്കെ പറ്റും. പക്ഷെ എന്നാലും ആ കമ്പനിയുടെ ഒരു ഏകദേശ ഐഡിയ, അതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഡി ഗ്രോത്ത് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്താൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ഏത് ഇൻഡസ്ട്രി നമ്മളിപ്പം തിരഞ്ഞെടുക്കുന്ന ഒരു കമ്പനി, ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനി ഏത് ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിക്ക് ഒരു സ്കോപ്പ് ഉണ്ടോ എന്ന് കൂടെ നോക്കണം. ആ ഇൻഡസ്ട്രി പെട്ടെന്ന് നിൽക്കാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ആ പറഞ്ഞ ഇതിലേക്ക് നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം നമ്മുടെ കാലഹരണപ്പെട്ടു പോയൊരു ടെക്നോളജി ആണ്, ആ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്കാണ് നമ്മൾ തീർച്ചയായിട്ടും അതിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് പോകും. ആ പറഞ്ഞ നിക്ഷേപം പോകാനാണ് സാധ്യത. അതേസമയത്ത് ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ടെക്നോളജികൾ, ഇപ്പം നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ സോളാർ അല്ലേ, സോളാറുണ്ട്, പിന്നെ ബാറ്ററി വണ്ടികൾ കൂടി വരുന്നു. ബാറ്ററി കമ്പനികൾക്കൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ വരുന്ന സംഭവങ്ങൾ, ഇനി വളർച്ചാ സാധ്യതയുള്ള സംഭവങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത കുറയും. ഇപ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഇപ്പോൾ ഒരു പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് SIP, അതിനെക്കുറിച്ചൊന്ന് പറയുമോ? എന്താണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാന് നമുക്ക് പല കമ്പനികളുടെ ഷെയറിന്റെ ഒരു മിക്സ് ആണിത്. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചാൽ അത് നഷ്ടത്തിനുള്ള സാധ്യതയുണ്ട്. ഇത് പല കമ്പനികളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് ഫണ്ട് ചെയ്യുകയാണ് സാധാരണ SIPയിലൂടെ ചെയ്യുന്നത്. അതിനകത്ത് നഷ്ടസാധ്യതകൾ ഡയറക്റ്റ് ഷെയറിൽ ട്രേഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നഷ്ടസാധ്യത കുറവാണ്. ഒരു മാന്യമായ ഒരു ഗ്രോത്തൊക്കെ കിട്ടും. ഒരു 15 മുതൽ 30% വരെയുള്ള ഗ്രോത്തൊക്കെ നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു മേഖലയാണത്. അതിൽ ഓരോ മാസം അങ്ങനെ വേറൊരു ഇതുണ്ടല്ലോ, SIP തന്നെ ഓരോ മാസം ഇത്ര എമൗണ്ട് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുക, ഇത്ര വർഷം SIP ചേരുവാണ്. ഇപ്പോൾ 1000 രൂപയുടെ SIP ചേരുവാണെങ്കിൽ 1000 രൂപ വെച്ചായിരിക്കും മന്ത്ലി നമ്മൾ അടയ്ക്കുന്നത്. 2000 രൂപയാണെങ്കിൽ 2000 രൂപ വെച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾ അടച്ചു കഴിയുമ്പോൾ ഇത്ര വർഷം കഴിയാൽ ഇത്ര മാസം കഴിയുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ കിട്ടും എന്നല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ല, അതിന് സേഫ്റ്റി കൂടുതലാണത്. സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും റിസ്ക്കും ഉണ്ട്. നമ്മൾ എല്ലാ പ്രോഡക്റ്റിലും ഷെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഡക്റ്റിന്റെ താഴെ ഒരു വാണിംഗ് റിസ്ക് ബാധകം എന്ന് പറഞ്ഞാൽ ബാധകം. അപ്പോൾ അതിനകത്തെല്ലാം റിസ്ക് ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിൽ റിസ്ക് ഇല്ലാത്ത ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറി അത് റിസ്ക് അല്ലേ. നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ആ ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണോ, അല്ല ഡ്രൈവർ മദ്യപിച്ചിട്ടാണോ വണ്ടി നോക്കുന്നുണ്ടോ, ഡ്രൈവർക്ക് കാഴ്ച ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടോ. നമ്മളെല്ലാ കാര്യത്തിനകത്ത് റിസ്ക് ഉണ്ട്. അത് ഈ പറഞ്ഞ ഷെയർ മാർക്കറ്റിലും ഉണ്ട് റിസ്ക്. പക്ഷേ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതിനകത്ത് നിന്ന് ഒക്കെ രക്ഷപ്പെടാമെന്നുള്ളൂ. ഇപ്പോൾ ഇതേ ഒരു SIP പോലെ അടുത്ത് വേറൊരു മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ എനിക്ക് തോന്നുന്നു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കുറച്ച് പേർക്ക് ഭയങ്കര കടത്തിൽ പ്രശ്നമായതും ഒരാൾ സൂയിസൈഡിൻ്റെ വക്കിൽ വരെ പോയ സംഭവം ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ്.
ഈ മൈക്രോ ഫിനാൻസ് എടുക്കുക എന്നുള്ള സംഭവം? അതെന്താ മൈക്രോ ഫിനാൻസ് ഒക്കെ എടുത്ത് ഇത്രയും ജീവൻ വരെ പോകേണ്ട അവസ്ഥ എന്തോ? അത് ഞാൻ ഈ പൊതുപ്രവർത്തനം കൂടിയാണ്. അപ്പം ഇത്തരം വിഷയങ്ങൾ ഒരുപാട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു അയൽക്കൂട്ടമാണെന്ന് കരുതുക, ഒരു 10 സ്ത്രീകൾ അതിനകത്ത് മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരൊരു ലോൺ എടുക്കുകയാണെങ്കിൽ ഈ 10 പേർക്കും കൂടി ഒരു 50,000 രൂപ വെച്ച് 5 ലക്ഷം രൂപ ആയിരിക്കും കൊടുക്കുന്നത്, കമ്പനി കൊടുക്കുന്നത്. ഈ 10 പേരും പരസ്പര ജാമ്യം എന്നുള്ള രീതിയിലാണ് ഈ 10 പേരും അങ്ങോട്ടും ഇങ്ങോട്ട് ജാമ്യം, ഈ 10 പേരും ഒന്നിച്ചടയ്ക്കണം. ഇതാണ് അതിൻ്റെ ഒരു വ്യവസ്ഥ. അപ്പോൾ നമ്മളൊരു 5 ലക്ഷം രൂപ കൊണ്ട് ഒരു കമ്പനി കൊടുത്തു, പിറ്റേ ആഴ്ച അടുത്ത കമ്പനി അവരെ സമീപിക്കുകയാണ്. അപ്പം വീണ്ടും അവരാ ലോൺ എടുക്കുകയാണ്. അങ്ങനെ 8ഉം 10ഉം കമ്പനികളിൽ നിന്ന് ഒരേ സമയം ഇവർ ഈ ലോൺ എടുത്തിട്ട് ഇത് തിരിച്ച്, ഇതിനെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റാണ്, ഏതാണ്ട് ഒരു 50-60% ഇൻട്രസ്റ്റാണ്. അപ്പം ഈ പറഞ്ഞാൽ ഇവരുടെ വരുമാനം 60% ഉണ്ടല്ലേ? 50-60% ഇൻട്രസ്റ്റ് ആണ് ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസ് കമ്പനികളെല്ലാം. അതിൻ്റെ ചാർജസും എല്ലാം കൂടെ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ പണം ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ, 1000 രൂപ ദിവസ കൂലിക്കാരനാണ് ഈ പറഞ്ഞ ലോണുകളെല്ലാം എടുക്കുന്നത്. അപ്പോൾ അവനെ സംബന്ധിച്ച് അവൻ്റെ വരുമാനം എത്ര ജോലി ചെയ്താലും 1000-ന് പകരം 2500 ഒരു ദിവസം ജോലി ചെയ്താലും ഈ പറഞ്ഞ പലിശ മുതലും അടയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അതേ സമയത്ത് 1-2 കമ്പനികൾ നല്ല അത്യാവശ്യ കാര്യത്തിന് വേണ്ടി മാത്രം എടുക്കാം. അപ്പോൾ ഈ സാധാരണ ഈ വീട്ടമ്മമാർ ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് വെച്ചാൽ ഈ മൈക്രോ ഫിനാൻസ് കമ്പനികളിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് വെച്ച് സ്വർണ്ണം വാങ്ങിക്കും. ഈ 50-60% പലിശ വരുന്ന ഈ സാധനം എടുത്തിട്ട് സ്വർണ്ണം വാങ്ങിക്കും. മണി ഡെഡായി. അപ്പൊ അവര് ചിന്തിക്കുന്ന സ്വർണം എന്ന് പറയുന്നത് ഒരു സ്വർണ്ണാഭരണം എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നാണ് സാധാരണക്കാരെ വീട്ടമ്മമാരെല്ലാം ചിന്തിക്കുന്നത്. അത് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത് കുഴപ്പമില്ല. ഇൻവെസ്റ്റ്മെന്റ് അല്ല, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണെങ്കിൽ കുഴപ്പമില്ല. അതും ആഭരണമാക്കിയാൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് വെച്ചാൽ ആഭരണം ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഗോൾഡ് കോയിൻ ആക്കി വെക്കുകയോ അല്ലെങ്കിൽ ETF ഉണ്ട്, ഇലക്ട്രോണിക് ട്രേഡ് ഫണ്ട് ഉണ്ട്, ഇലക്ട്രോണിക് ട്രേഡ് ഫണ്ട് ഉണ്ട്, ഗോൾഡ് ETF ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത്തരത്തിലുള്ള ലോണുകൾ എടുത്ത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക് ഗോൾഡിനോട് എപ്പോഴും ഒരു ഇതുണ്ടല്ലോ, ഒരു വൈകാരിക ബന്ധമുണ്ട്. ഈ വൈകാരിക ബന്ധത്തിന്റെ പുറത്താണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം സൂക്ഷിക്കുന്ന ഒരു പക്ഷേ മലയാളി സ്ത്രീകളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിലായിരിക്കും. അപ്പോൾ ഈ വൈകാരിക ബന്ധം കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ അക്ഷയ തൃതീയ അടക്കമുള്ള കാര്യങ്ങളോട് വന്നത്. ഈ വൈകാരികതയാണ് അവിടെ മാർക്കറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ആ വൈകാരിക ബന്ധം സ്വർണ്ണത്തോട് എന്നുമുണ്ട്. നമ്മുടെ പരസ്യങ്ങളൊക്കെ കണ്ടാകുന്നില്ലേ, തലമുറകൾ കൈമാറി വന്ന എന്നൊക്കെ പറഞ്ഞാൽ പരസ്യം വരുമ്പോഴത്തേക്ക് തലമുറകൾ കൈമാറി ഒരു സ്വർണം വന്നാൽ അത് ഏതാണ്ട് വലിയ പുണ്യം പോലെയാണ് കരുതുന്നത്. ശരിക്കും പരസ്യ കമ്പനിക്കാർക്ക് ഈ മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള പല ഇതിലും പരസ്യക്കാർക്ക് ഭയങ്കര ഒരു കൈകടത്തലുണ്ടല്ലേ അവരുടെ ഒരു. ഈ ഇവിടുത്തെ മീഡിയകളെല്ലാം നിലനിൽക്കുന്നത് ഈ പരസ്യങ്ങളാണല്ലോ ഒരു പ്രധാന വരുമാനം. അപ്പം ഈ പറഞ്ഞ തട്ടിപ്പുകാരാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ കൊടുക്കുന്നത്. തട്ടിപ്പുകാർക്ക് ഈ പരസ്യത്തിൻ്റെ ആവശ്യമുള്ളൂ. തട്ടിപ്പുകാർ പരസ്യം കൊടുക്കുന്നു, അതിൽ ചെന്ന് ഇങ്ങനെ ഈയാൻ പറ്റുകളെ പോലെ വീഴാനായിട്ട് കുറേ മനുഷ്യർ, പാവം ജന്മങ്ങൾ. അതാണ് ഇവിടെ. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു പരസ്യം കണ്ടത്, ഈ പുമ എന്ന് പറഞ്ഞിട്ടൊരു പരസ്യമുണ്ട്. PUMA ആണ് അവിടെ സാധാരണ പ്യൂമ. അപ്പോൾ അതിപ്പോൾ അവർ PVMA എന്നാക്കി ഈസി ആയിട്ടങ്ങ് പബ്ലിസിറ്റി കൊടുത്തു. അപ്പോൾ നമ്മുടെ സാധാരണ ആൾക്കാരുടെ എല്ലാം കറക്റ്റ് എഴുതി നമ്മൾ വായിക്കില്ല, ശ്രദ്ധിക്കില്ല, അങ്ങ് പോകും. തെറ്റെഴുതി നമ്മൾ ശ്രദ്ധിക്കും, നോട്ടീസ് ചെയ്യും. അവസാനം നമ്മളിത് പബ്ലിക്കിൽ ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഇതൊരു മനഃപൂർവ്വം കൊടുത്തതാണ്, ശ്രദ്ധിക്കാൻ വേണ്ടി കൊടുത്തത്. അത് ഈ പരസ്യം ക്യാച്ച് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു ക്രിയേറ്റിവിറ്റി മനസ്സിലായി. ഒരു കാര്യം തെറ്റായിട്ട് ചെയ്താൽ അത് ശ്രദ്ധിക്കാൻ ആളുണ്ട്. പിന്നീട് അവർ മനഃപൂർവ്വം അങ്ങനെ കൊടുത്തത്. പിന്നീട് അവർ എക്സ്പ്ലനേഷൻ കൊടുത്തത് PV സിന്ധു പൂമയുടെ അംബാസിഡറായിട്ട് മാറുന്നതുകൊണ്ട് അവരുടെ ഇത് വെച്ചിട്ട് PVMA എന്നാക്കി മാറ്റിയെന്ന് പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു പരസ്യം, വേറെ ഒന്നും അറിയണ്ട, തെറ്റ് കണ്ടുപിടിച്ച് അതിൽ പോകും. ഇപ്പം നമ്മൾ സാധാരണക്കാര് ഒരു ബിസിനസ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പലരും വീടൊക്കെ നമ്മൾ വയ്ക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് അവർ വയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ നമ്മൾ എത്രയോ ലക്ഷങ്ങൾ മുടക്കി വീട് വയ്ക്കുന്നു, ശരിക്കും പറഞ്ഞാൽ അവിടെ മണി ഡെഡായി പോവുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയുള്ള സാധാരണക്കാർ വീട് വയ്ക്കുകയാണോ ശരിക്കും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫ്ലാറ്റിലോ എവിടെയെങ്കിലും വാടകയ്ക്ക് താമസിക്കുകയാണോ, ഈ പൈസ എടുത്ത് വേറെ എന്തെങ്കിലും ചെയ്യണം? ഇതൊരു കോൺട്രവേഴ്സി ചോദ്യമാണ്. ഇതിന് കൃത്യം ശരിക്കും പറഞ്ഞാൽ മറുപടി പറഞ്ഞാൽ ഒരു വീട് വെക്കുക എന്ന് പറയുന്ന ഒരു ഡെഡാണ്, ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഒരു 30 ലക്ഷം രൂപ പോയി 30 ലക്ഷം രൂപയാണ് പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇത് വീടുകൾ വെക്കുന്ന അപ്പുറത്തെ വീടുകാരൻ 30ന്റെ വെച്ചാൽ ഇപ്പുറത്ത് 50ന്റെ വെക്കും. അപ്പോൾ അതിന് തൊട്ടടുത്ത് 1 കോടി രൂപയുടെ വെക്കും. അങ്ങനെ നമ്മുടെ വീടുകളിലെല്ലാം ആളുകളില്ലാതെ വലിയ, അതായത് ഒരാൾക്ക് ജീവിക്കാൻ എത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണം? അപ്പം ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്ന അല്ലെങ്കിൽ 4000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്നതിൻ്റെ ആവശ്യം എന്താ? അത്രയും പണം വെറുതെ ഡെഡായിട്ട് പോവുകയാണ്. ഈ വീടിന് ഒരിക്കലും അപ്രീസിയേഷൻ കിട്ടത്തില്ല. വീടിന് എപ്പോഴും ഡിപ്രീസിയേഷനേ പറ്റത്തുള്ളൂ. ലാൻഡിന് അപ്രീസിയേഷൻ വരും, വീടിന് അപ്രീസിയേഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല, അതെപ്പോഴും നമ്മുടെ പണം ചോർത്തിക്കളയും. ഇത് വലിയ ലോണും കൂടെ എടുത്ത് വെക്കുമ്പോഴത്തേക്കാണ് നമുക്ക് വലിയ പ്രതിസന്ധി. ഒരു ജീവിത ആയുസ് മുഴുവൻ തീർച്ചയായിട്ടും നമ്മൾ വീട് വെക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യരായി മാറും, അല്ലെങ്കിൽ ആ വീടിന്റെ ലോൺ അടയ്ക്കാൻ വേണ്ടി മാത്രം ജീവിച്ച് മരിക്കുന്ന ആളുകളായിട്ട് മാറും.
അവർക്ക് ചേട്ടൻ കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ്? ശരിക്കും വീട് വെക്കാൻ പോകുന്നവർ 30-40 ലക്ഷം രൂപ കൊടുത്ത് വീട് വെക്കാൻ പോകുന്നവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ എന്ത് ചെയ്യാം? വീട് വെക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ആവശ്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾ എത്ര പേരുണ്ട്, നമുക്ക് മറ്റുള്ളവൻ്റെ വീട് കണ്ടിട്ടോ അല്ലെ മറ്റ് ആളുകൾ വെക്കുന്ന വീട് പോലെ വെക്കണമെന്നോ അങ്ങനെ ഒരു ചിന്തയെ നമ്മുടെ മനസ്സിൽ കൂടെ പോകാൻ പാടില്ല. നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ അതിന് പറ്റുന്ന രീതിയിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ചെയ്യാൻ പോകുന്നതെല്ലാം തന്നെ ഡെഡാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്യും. അപ്പം നമ്മൾ വലിയ ആർഭാടത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറയും. അതിനിപ്പോൾ നമ്മൾ വാടകയ്ക്ക് താമസിച്ച് എന്താണ് താമസിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ലാഭം. സത്യം പറഞ്ഞാൽ ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ ഈ 30 lakhs എടുത്ത് FD എന്താണെന്ന് വെച്ച് മാന്യമായ സ്ഥാപനത്തിൽ ഇടുക ഏറ്റവും ലാഭം വാടകയ്ക്ക് താമസിക്കുന്ന. അതല്ലേ പണ്ട് ചിലർ പറഞ്ഞിട്ടില്ലേ, ബുദ്ധിയുള്ളവൻ ബുദ്ധി ഇല്ലാത്തവൻ വീട് വെക്കും, ബുദ്ധിയുള്ളവൻ ആ വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുക എന്ന് പറയുന്ന അങ്ങനെ സംഭവം. ഇപ്പോൾ സാധാരണക്കാർ അതുപോലെ ബിസിനസ് മേഖലയിൽ കിടക്കുന്ന ഒരു സാധാരണക്കാരന് എന്ത് ഫിനാൻസ് അഡ്വൈസാണ് കൊടുക്കാൻ പറ്റുന്നത്? ബിസിനസ് മേഖലയിലേക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ജോലി ചെയ്യാതെ ബിസിനസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബിസിനസ്സിൽ കുറച്ച് ലാഭമുണ്ടാകും. പിന്നെ സമൂഹത്തിന് കുറേ ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറേ വിഷനോടുകൂടിയൊക്കെ ആയിരിക്കും ആൾക്കാർ ഈ പറഞ്ഞ ബിസിനസ്സിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഒരു നല്ല മനസ്സിനുടമയാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു ക്വാളിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതിയോടുകൂടി ആയിരിക്കും വരുന്നത്. എനിക്കൊരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ അതിൽ ധാരാളം ആൾക്കാർക്കൊരു ഗുണപ്പെടണം, ധാരാളം കുടുംബങ്ങളെ കൊണ്ട് ജീവിക്കണം എന്നുള്ള ഇത് കാഴ്ചപ്പാടോടെയൊക്കെ ആയിരിക്കും വരുന്നത്. പ്രോഫിറ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഉണ്ടാവണം അല്ലേ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇല്ലാത്തൊരു ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം മിക്കവരും ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടേൺ ഓവർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് മിക്കവരും പോകുന്നത്. അതായത് എൻ്റെ കമ്പനി ഇന്ന് 5 കോടി രൂപ ടേൺ ഓവറാണ്, അടുത്ത വർഷം അത് 10 ആക്കണം, 15 ആക്കണം, 20 ആക്കണം, 30 ആക്കണം, അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്കാണ്. സത്യത്തിൽ ടേൺ ഓവർ വളർത്തുക എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടുക എന്നുള്ളത്. 5 കോടി രൂപ നമ്മൾ ടേൺ ഓവർ ആണ്, അതിനകത്തൊരു 1 കോടി രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് എങ്കിൽ 50 കോടി രൂപ ടേൺ ഓവർ ആയിട്ട് അതിനകത്ത് ഒരു 2 കോടി രൂപ ലാഭം കിട്ടുന്നതാണ് എളുപ്പം നമ്മൾ നോക്കണം. ഏതാണ് നമുക്ക് നോക്കിയാൽ 5 കോടി രൂപ ടേൺ ഓവറിന് അതിനകത്ത് 1 കോടി രൂപ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ അത്തരം ബിസിനസ്സുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ ടേൺ ഓവർ വളർത്തുകയല്ല, മറിച്ച് പ്രോഫിറ്റബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബിസിനസ്സിൽ. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ മാർജിൻ ഫ്രീയോ നടത്തുന്നതിന് കിട്ടുന്ന ലോൺ എമൗണ്ടിന് വളരെ ഭയങ്കര ഒരുപാട് പ്രോസസ്സിങ് പേപ്പറും കാര്യങ്ങളും. പക്ഷേ അതുപോലെയല്ല ഈ പറയുന്ന അദാനി അംബാനി പോലുള്ള ടീമുകൾക്ക് കിട്ടുന്ന വൻ കോടികളാണ് അവർക്ക് കിട്ടുന്നത്. പക്ഷേ ഈ സാധാരണ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ബിസിനസ് ചെയ്ത് അവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്കുകാർ അത്രയും സപ്പോർട്ടല്ല കൊടുക്കുന്നത്. അതെന്താ അങ്ങനെ ഒരു ഇത് വരുന്നത്? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഇവിടുത്തെ എല്ലാം വലിയ ചില പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഒന്ന് കോവിഡ് ഉണ്ടായിരുന്നു, 2018 വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ഇതിലെല്ലാം പല ബിസിനസ്സുകാരും ചിലവർ സ്ഥാപനമൊക്കെ മുങ്ങി നശിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. കോവിഡ് കാലത്ത് അടഞ്ഞു കിടന്നതിൻ്റെ ക്ഷീണം വരെ. അപ്പം ഇതെല്ലാം ഇവരുടെ സിബിൽ സ്കോറിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ല കൃത്യമായിട്ട് ലോണൊക്കെ അടച്ച് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു വന്നിരുന്ന ഒരാൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ലോൺ റീപേയ്മെൻ്റ് ഒക്കെ മുടങ്ങി. അപ്പോൾ ബാങ്കുകൾ ഈ പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ പുതിയ ലോണുകൾ സിബിൽ സ്കോർ ബാധിച്ചിരിക്കുന്ന കാരണം അവർക്ക് കൊടുക്കാതെ. പക്ഷേ നമ്മൾ ശരിക്കും നോക്കിയാൽ അദ്ദേഹം ഒരു വിൽഫുൾ ഡിഫോൾട്ടർ അല്ല. അതായത് ലോൺ എടുത്തിട്ട് മനഃപൂർവ്വം അടയ്ക്കാത്ത ആളല്ല. അത്തരം ആളുകൾക്ക് ആ കോവിഡ് കാലത്താണ് ഈ പറഞ്ഞ സിബിൽ പ്രോബ്ലം വന്നിട്ടുള്ളെങ്കിൽ അതിനൊരു ഡീവിയേഷൻ എടുത്തിട്ട് ലോൺ കൊടുക്കാനായിട്ടുള്ള പുതിയ ലോണുകൾ കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകണം. അത്തരത്തിലൊരു നിയമനിർമ്മാണം സത്യത്തിൽ വരണം. കോവിഡ് കാലത്ത് ബിസിനസ്സുകാർക്ക് സംഭവിച്ചിട്ടുള്ള ഇതാണെങ്കിൽ അവർക്ക് പുതിയ ലോണുകൾ കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു പുതിയ റൂള് തന്നെ ഉണ്ടാക്കിയാലും തെറ്റില്ല. അപ്പോഴേ ഇവിടുത്തെ ബിസിനസ്സുകൾ വളരത്തുള്ളൂ. അപ്പോൾ ഈ പല ബിസിനസ്സുകാരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ക്യാഷ് ഫ്ലോ ഇല്ല, അവർക്ക് ഇൻഫ്ലോ ക്യാഷ് വരുന്നില്ല. ക്യാഷ് വന്നെങ്കിൽ മാത്രമേ അവർക്ക് സ്റ്റോക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആ സ്റ്റോക്ക് എടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം സ്റ്റോക്ക് എടുക്കാൻ പൈസ ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുകൊണ്ട് ഒരു മിനിമം ബിസിനസ്സിൽ ഓടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് മിക്ക ബിസിനസ്സുകാരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിബിൽ എന്ന് പറഞ്ഞ ഒരു സംഭവം, ഒരു സിസ്റ്റം സാധാരണക്കാരനെ ഒരുപാട് രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അത് പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവാണ്. കാരണം ഒരു ബാങ്കിൽ പോയി ഒരു ലോൺ എടുക്കാൻ എന്തുകൊണ്ട് ആദ്യം നോക്കുന്ന സിബിൽ സ്കോറാണ്. അതെ, അതെന്താ ഇത്ര ഈ സിബിൽ സ്കോർ എപ്പോഴാണ് ഈ ഒരു ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങി? എത്ര വർഷമായി? അത് ഒത്തിരി എനിക്ക് തോന്നുന്നു അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല ഈ സിബിൽ സ്കോർ ഇത്രയും ശക്തമായിട്ട്. ഇപ്പൊ സിബിൽ അല്ല നോക്കുന്നത്, ഇപ്പൊ കൂടുതൽ ബാങ്കുകൾ നോക്കുന്നത് ക്രിഫാണ്. ഓ, അത് ശരി, പുതിയ വീട് അടുത്ത. അതെ, ക്രിഫാണ് കുറച്ചുകൂടെ അക്യുറേറ്റ് എന്നുള്ളത് കൊണ്ട്. ക്രിഫ് എന്താണ് സംഭവം? ക്രിഫും ഇതുപോലെ സിബിൽ പോലുള്ള ഏജൻസിയാണ്. അതെ. അപ്പോൾ ഈ പറഞ്ഞ ഏജൻസികളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിൻകോഡ്, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് നമ്മുടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കിന് പറഞ്ഞാൽ അത് നല്ലത് തന്നെയാണ്. കാരണം നമുക്ക് ചില ലോണുകൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സിബിൽ സ്കോർ മോശമായ കോടിക്കണക്കിന് രൂപ
ഇതുപോലെ വെറുതെ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നാട്ടുകാരുടെ പണമാണ്, നാട്ടുകാരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ലോണായിട്ട് ബാങ്കുകൾ കൊടുക്കുന്നത്. അപ്പോൾ നാട്ടുകാരുടെ പൊതുജനങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പം ബാങ്കുകൾ അക്കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുന്നത് തെറ്റില്ല. പക്ഷേ ന്യായമായ കാരണങ്ങൾ കൊണ്ടാണ് ഈ സിബിൽ സ്കോർ മോശമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഈ കോവിഡ് പോലുള്ള സാഹചര്യത്തിന് വന്ന് അങ്ങനെയുള്ളവർക്ക് പുതിയ ലോൺ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഭാവിയിൽ ഒരു ഇതുമില്ലാതെ പല ബിസിനസ്സുകാരും തകർന്ന് തരിപ്പണമായി പോകും. ഇപ്പം പല ബിസിനസ്സുകളും തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമൊക്കെയാണ്. ഇപ്പം ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ബിസിനസ്സുകാരൻ എന്നെ വിളിച്ചു, 30 കോടി രൂപയുടെ വാല്യുവേഷനുള്ള പ്രോപ്പർട്ടിയാണ് ബാങ്കിലിരിക്കുന്നത്, 3.5 കോടി രൂപയ്ക്ക്. അപ്പോൾ ബാങ്കുകളെല്ലാം ഈ പ്രോപ്പർട്ടി കണ്ട് മാത്രമാണ് അത് ലോൺ കൊടുത്തിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. അയാളുടെ ബിസിനസ് കണ്ടിട്ടോ അല്ലെങ്കിൽ അയാളുടെ ബിസിനസിന്റെ വളർച്ച കണ്ടിട്ടോ അതിനുള്ള പ്രോഫിറ്റബിലിറ്റി കണ്ടിട്ടോ അതിനുള്ള എത്ര മാത്രം ഗ്രോത്ത് ഉണ്ടാവുമെന്ന് കണ്ടിട്ടോ അല്ല, പ്രോപ്പർട്ടി വാല്യുവേഷൻ അത്ര ഉണ്ട്, അതുകൊണ്ട് ലോൺ കൊടുക്കും. അപ്പം ഈ പ്രോപ്പർട്ടി വാല്യുവേഷൻ മാത്രം നോക്കിയിട്ട് ലോൺ കൊടുക്കുന്ന പ്രവണതയും നല്ലതല്ല. ആ ബിസിനസ് എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കിയിട്ട് വേണം ആ ഒരു. കാരണം ആദ്യമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്ന ഒരാൾക്ക് സിബിൽ സ്കോർ ഉണ്ടാവില്ല, അയാൾ പക്ഷേ കുഴപ്പക്കാരനൊന്നും ആയിരിക്കില്ല. എന്നാൽ ഈ സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ലോൺ കിട്ടുള്ളൂ. അതൊരു വലിയ ഒരു ലോൺ എടുത്തിട്ടില്ലാത്ത ആൾക്ക് -1 എന്ന് പറഞ്ഞൊരു സിബിൽ സ്കോർ ആയിരിക്കും വരുന്നത്. -1 എന്ന് പറഞ്ഞ സിബിൽ സ്കോർ അത് വെച്ചിട്ട് അയാളുടെ ഒരു ക്രെഡിബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ലോൺ ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് ലോൺ എടുത്തിട്ടില്ലാത്തവർക്ക് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നുണ്ട്. എടുത്ത് കൊളവാക്കിയിട്ടുള്ളവർക്കാണ് പ്രശ്നങ്ങളുള്ളത്, അല്ലാത്തൊരു കുഴപ്പമില്ല. ഇനി നമ്മൾ ലോൺ എടുക്കാനായിട്ടൊരു ബാങ്കിനെ സമീപിക്കുമ്പോൾ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. ഇപ്പോൾ സാധാരണക്കാർ ഒരു 10 ലക്ഷത്തിന് പോയാൽ പോലും 2 വാല്യുവേഷൻ, 2 ലീഗല്, പിന്നെ ഇത് കൂടാണ്ട് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഭവം. ഇത്രയും നമ്മൾ ഏകദേശം നമ്മൾ കൊടുക്കുന്ന അസറ്റിൻ്റെ 1/3 ലോൺ വരുന്നത്. അതിൽ 2 ലീഗൽ ഉണ്ടാവും, 2 അഡ്വൈസർ വരുന്നുണ്ട്, കൂടാണ്ട് ഇൻഷുറൻസ് എന്നൊരു ക്രൈറ്റീരിയ വെക്കുന്നുണ്ട്. ഈ ഇൻഷുറൻസ് ഒക്കെ എന്തിനാണ് ശരിക്കും ഇതിൽ വെക്കുന്നവർക്ക്? ഇൻഷുറൻസ് ശരിക്കും നമ്മുടെ ലോൺ പ്രൊട്ടക്ടറാണ്. ലോൺ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തു, ഞാൻ നാളെ മരിച്ചു പോയാൽ എൻ്റെ കുടുംബത്തിലേക്ക് ആബാധ്യത ചെല്ലുകയാണ്. എൻ്റെ കുടുംബത്തിലേക്ക് ആബാധ്യത ചെല്ലും. 10 ലക്ഷം രൂപയുടെ ലോൺ ഞാൻ മരിച്ചു പോയി, പക്ഷേ ആ 10 ലക്ഷം രൂപ എൻ്റെ കുടുംബം അടയ്ക്കാൻ തയ്യാറാകണം, അല്ലെങ്കിൽ നമ്മുടെ ഈട് വെച്ചിരിക്കുന്ന വസ്തു പോകും. ഓക്കെ. അപ്പോൾ ഈ ലോൺ പ്രൊട്ടക്ടറാണ് ഈ ഇൻഷുറൻസ്. ആ 10 ലക്ഷം രൂപ അടയ്ക്കണ്ട, പിന്നെ നമ്മൾ മരിച്ചു പോയി അടയ്ക്കണ്ട. തിരിച്ചെടുക്കാം. ആ 10 ലക്ഷം രൂപ ആ ലോണിലേക്ക് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ഇതിലേക്ക് പോകും. അപ്പോൾ അത് ലോൺ പ്രൊട്ടക്ടറാണ് ഈ പറഞ്ഞ ഇൻഷുറൻസ് സ്കീംസ് എല്ലാം. പിന്നെ അതിന് ഈടാക്കുന്ന പ്രീമിയം ന്യായമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസം. അവരതിന് തന്നെ കുറയ്ക്കുകയും വലിയ പ്രോഫിറ്റ് ഇട്ടാണ് ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനി അല്ല ഈ ബാങ്കുകൾ ഈ പറഞ്ഞ ഇൻഷുറൻസ് പ്രീമിയം വെക്കുന്നത്. വലിയ പ്രോഫിറ്റാണ് അതിനകത്ത് എടുക്കുന്നത്. അപ്പോൾ അവരുടെ റവന്യൂ കൂട്ടാൻ വേണ്ടി ഇൻഷുറൻസ് വിൽക്കേണ്ടി വരുന്നു. അതല്ല ഈ ബാങ്കുകളെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ്. ഇപ്പം ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് തുടങ്ങി എല്ലാവിധ നാട്ടിൽ ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് എന്തുണ്ടോ അതെല്ലാം ഇപ്പം ബാങ്കുകൾ സെല്ല് ചെയ്യുന്നുണ്ട്. റവന്യൂ കൂട്ടുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് അവർ. ശരി, ബാങ്കുകാർ അവർ നിങ്ങൾക്ക് ലോൺ വേണം, ഇത്രയൊക്കെ സഹിച്ച് വന്നാൽ മതി. സത്യത്തിൽ പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതല്ല അതിന് പറയേണ്ടത്. നമ്മുടെ ഇന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട ബാങ്കുകളെല്ലാം അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഈ വിവിധ തരത്തിലുള്ള വരുമാനങ്ങൾ വന്നില്ലെങ്കിൽ പ്രധാനമായിട്ടും ലോണാണ് അവരുടെ വരുമാനം. ആ ലോണിനെ പലതും പ്രതിസന്ധിയിലായതുമല്ല ഈ പറഞ്ഞ പോലെ മാൽ പ്രാക്ടീസസ് കൊണ്ടൊക്കെയാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഇൻഷുറൻസ് ചെയ്യേണ്ടി വരും, മ്യൂച്വൽ ഫണ്ട് ചെയ്യേണ്ടി വരും. ഇതിനെല്ലാം ഈ പറഞ്ഞ പോലെ വരുമാനം വന്നെങ്കിൽ ഇതെല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിടിച്ചു നിൽപ്പിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ പല ബാങ്കുകളും തമ്മിൽ എന്തായൊരു ഇതായിട്ട് ലയിക്കുന്നത്. പരസ്പരം നമുക്ക് ലയിച്ച് അങ്ങനെ ഇപ്പം വളരെ ചുരുക്കം ബാങ്ക്, ഇനി ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു 10-ൽ താഴെ ബാങ്കുകളെ കാണുകയുള്ളൂ കുറച്ച് കാലം കഴിയുമ്പോൾ. അതുപോലെ എല്ലാ ബാങ്കുകളും പുതിയ ബ്രാഞ്ചസും ഇപ്പൊ SBIയുടെ സബ്സിഡിയറി ബാങ്കുകൾ എന്തായി സ്ഥിതി? നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഒക്കെ എന്തായി? ഒരുപാട് ബാങ്കുകൾ ഇത് ചെയ്തു. നാഷണലൈസ്ഡ് ബാങ്കുകളിലാണ് ഈ പറഞ്ഞ ഇത് ലയനങ്ങൾ കൂടുതൽ നടക്കുന്നത്. കാരണം നമുക്ക് അത് 2 കാര്യമുണ്ട്. ഒന്ന്, ഒരു ബാങ്കുകളുടെ ഒരു കൺസോർഷ്യം ആകുമ്പോൾ വലിയ ലോണുകൾ കോർപ്പറേറ്റിന് കൊടുക്കാൻ പറ്റും. സാധാരണഗതി ബാങ്ക് നോംസ് വെച്ചിട്ട് ഇപ്പോൾ 10 കോടി രൂപ കൊടുക്കാമെങ്കിൽ 5 ബാങ്കുകളുടെ കൺസോർഷ്യം ആകുമ്പോൾ 100 കോടി രൂപ കൊടുക്കാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ ബിസിനസ്സുകാർ, അതായത് ഈ പറഞ്ഞ ഭരണാധികാരികളുടെ ഒരു തീരുമാനമാണത്. വലിയ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ മാത്രമാണ് അത്തരത്തിലുള്ള ഈ നടപടികളെല്ലാം ഉപകാരപ്പെടുകയുള്ളൂ. സാധാരണക്കാരൻ ഈ പറഞ്ഞ യാതൊന്നും ഉപകാരപ്പെടുന്ന ഒരു നയവും ഇവരാരും കൊണ്ടുവരാനും പോകുന്നില്ല. സാധാരണ ഒരു 10 ലക്ഷം ലോൺ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 46,000 അല്ലെങ്കിൽ 50,000 രൂപ പ്രോസസ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട്. അത് വേറെ തിരിച്ച് കിട്ടാത്ത സംഭവമാണ് പോകുന്നത്. ഈ 2 ലീഗൽ എന്തിനാ വരുന്നത് ശരിക്കും? ഒരു എല്ലാ ബാങ്കുകളും ഒന്നും നടക്കുന്നതല്ല, അത് ചിലപ്പോൾ വളരെ ചുരുക്കം ബാങ്കുകൾ നടത്തുന്ന ഒരു പരിപാടി. എന്തുകൊണ്ടായിരിക്കും? സിബിൽ സ്കോറിന് ഇതാണ്ടായിരിക്കും, അത് ഇൻവെസ്റ്റ്മെന്റ് ലീഗൽ 2 ലീഗൽ ആയിരിക്കത്തില്ല. ചിലപ്പോൾ അത് പക്ഷേ അവസാനം ലോൺ ഡിസ്പേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ആ പ്രോപ്പർട്ടിയിൽ തന്നിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡ്, ഈ 2ാമത്തെ എപ്പിസോഡാണ് പോകുന്നത്. ഈ എപ്പിസോഡ് ഉൾപ്പെടെ നമ്മൾ യുവാക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒരുപാട് അഡ്വൈസസ് നമ്മൾ പറഞ്ഞു.
സ്വർണം വയ്ക്കുന്നതിനാലും ശരി തന്നെ ബോണ്ട് വയ്ക്കുന്നതിന് FD-യിലായാലും ഷെയർ മാർക്കറ്റിലായാലും വീട് വയ്ക്കുന്നതിന് എല്ലാത്തിനും കുറേ അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇവർ പാഠം പഠിക്കും ഇതിൽ നിന്നൊക്കെ. ഇത്രയും നെഗറ്റീവ്സ് അല്ല, ഇത്രയും പണി കിട്ടിയാലും ഈ മലയാളികളായാലും മൊത്തം ജനങ്ങൾ സാധ്യതകൾ കുറവാണ്. കാരണം നമ്മുടെ തൃശ്ശൂർ ജില്ലയെ കേന്ദ്രീകരിച്ച് മാത്രം ഒരു 1000 കോടി രൂപയുടെയെങ്കിലും തട്ടിപ്പുകൾ വർഷത്തിൽ നടക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും പിറ്റേ വർഷം അത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ചിട്ടി കമ്പനികളല്ലേ അതുപോലുള്ള കമ്പനികൾ പൊട്ടുന്നൊരു ജില്ലയാണ് തൃശ്ശൂർ. തൃശ്ശൂർ ചിട്ടി കമ്പനിയാണല്ലോ. എന്നിട്ട് വീണ്ടും കമ്പനികൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആർക്കും അത്ര ഒരു ഇതാകത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ പഠിച്ചെന്ന് വെച്ചാൽ ഒരു കമ്പനി പൊട്ടുമായിരിക്കും, ആദ്യത്തെ ഒരു 2-3 വർഷം ഓടും, അന്നേരം ഉണ്ടാകുന്ന പ്രോഫിറ്റ് ആദ്യമേ കൊണ്ട് നിക്ഷേപിക്കാനാണ് ഇപ്പോൾ ആൾക്കാർ നോക്കുന്നത്. എന്നിട്ട് ഒരു 3-4 വർഷത്തേക്ക് കഴിഞ്ഞിട്ട് കമ്പനി തകരുന്നതിന് മുമ്പ് എടുത്തുകൊണ്ട് പോകാന്നുള്ളതാണ് ആൾക്കാർ ധാരണ. ആൾക്കാർക്കും മനസ്സിലായി ഇത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. പക്ഷേ പണം നിക്ഷേപിച്ചാൽ ആദ്യ സമയങ്ങളിൽ കുറച്ച് പണം കിട്ടും എന്ന ആറ്റിറ്റ്യൂഡിലേക്ക് ജനങ്ങൾ മാറി. അപ്പം നമ്മുടെ നാട്ടിലെ തട്ടിപ്പുകളൊന്നും ഈ പറഞ്ഞ പോലെ നിൽക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പ്രത്യേകിച്ച് ഭയങ്കര ഗ്രീഡി പീപ്പിളാണ് നമ്മൾ. നമ്മുടെ ആവശ്യകത ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവരെല്ലാം മുന്നോട്ട് പോകുന്നത്. ഭയങ്കര ആർത്തി എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ആർത്തി പിടിച്ചൊരു ജനസമൂഹം വേറെ കാണത്തില്ല. ആ ആർത്തി കൊണ്ടാണ് ഈ തട്ടിപ്പുകാരോട് വളരുന്നത്. അപ്പോൾ ആർത്തി നമുക്ക് ആ പണത്തോടുള്ള, അല്ലെ ആ പണം കൊണ്ട് നമുക്ക് പണം വളർത്തുന്ന വലിയ മാർഗ്ഗങ്ങൾ വേറെ ഉണ്ട്. നമുക്ക് പല കാര്യങ്ങളും വേറെ ചെയ്യാം. ഇത് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ പണം അങ്ങ് നിക്ഷേപിച്ചിട്ട് ചുമ്മാതിരിക്കണം, ഇത് വളരണം, ഇതിൽ നിന്നുള്ള വരുമാനം കിട്ടും. ഇത് ആ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. അത് പണിയെടുക്കാനും കഴിയുകയില്ല, എന്നാൽ നമ്മുടെ പണം വളരണം. അതുകൊണ്ട് അങ്ങനെയുള്ളവരാണ് ഈ പറഞ്ഞ ഇരട്ടി പലിശ, അല്ലെ 2 വർഷം കൊണ്ട് ഇരട്ടിക്കും, 3 വർഷം ഇരട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. പല MLM കമ്പനികൾ, ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഇപ്പോഴും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ മോശമല്ല, പക്ഷേ ഈ ഫണ്ട് ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. കുറെ ചെയിൻ കമ്പനികൾ കുറെ പോയെന്നു മൾട്ടി ലെവൽ മാർക്കറ്റ് കുറെ പരിപാടി ഉണ്ടായിരുന്നു. ആംബേ പോലെ, കോണിബേ പോലെ കുറെ സംഭവങ്ങൾ. അതിനകത്ത് ചില പൊടിക്കൈകൾ ചെയ്ത് അവർ ഇത് ചെയ്യും. അത് ഫണ്ട് ബേസ്ഡ് ആണെന്ന് പറഞ്ഞാൽ അത് ഇത് കിട്ടത്തില്ല, മണി ചെയിൻ ആവും. അപ്പോൾ അതിനകത്തൊരു പ്രോഡക്റ്റ് തിരികെ കയറ്റും, 1-2 പ്രോഡക്റ്റ് തിരികെ കയറ്റും, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് സെല്ലിംഗ് ആയി മാറും. അവരൊക്കെ ഇപ്പോൾ ഇവിടെ പോയി, ഈ മണി ചെയിൻ പരിപാടിക്കാരൊക്കെ ഇവിടെ പോയി. മണി ചെയിൻ കമ്പനിക്കാരെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അവർക്കെല്ലാം അവരുടെ പ്രോഡക്റ്റ് ഉണ്ട്, എന്തെങ്കിലും മറ്റേ സോപ്പായിട്ട് ചീപ്പായിട്ട് ഓരോ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മണി ചെയിൻ കമ്പനി അല്ലത്. അത് ശരിയാ, മണി ചെയിൻ കമ്പനി അല്ലാതായി മാറും. പക്ഷെ ആ സെയിം തട്ടിപ്പാണ് നടക്കുന്നത്. പക്ഷെ എന്നാലും ഇത്ര ചിട്ടി കമ്പനി മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന് ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോക്താവിലേക്ക് ഒരു സാധനം പരസ്യങ്ങളില്ലാതെ ഡയറക്റ്റ് വരണം എന്നുള്ളതാണ്. ഇടനിൽക്കാരില്ല, അതായത് ഡിസ്ട്രിബ്യൂട്ടർ ഇല്ല, സ്റ്റോക്കിസ്റ്റ് ഇല്ല, റീറ്റെയിലർ ഇല്ല, ഇങ്ങനെയുള്ള ഇവരുടെ എല്ലാം പ്രോഫിറ്റാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താവിന് കിട്ടണം. അപ്പോൾ അതിലേക്ക് പ്രവർത്തിക്കുന്ന കണ്ണികളാണ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലെ മെമ്പേഴ്സ്. പക്ഷേ ഒരിക്കൽ പോലും നമ്മൾ നോക്കിയാൽ അറിയാം, സാധാരണഗതിയിൽ ഈ പ്രോഡക്റ്റിൻ്റെ വില കൂടുതലായിരിക്കും, മാർക്കറ്റിലുള്ളതിനേക്കാൾ സാധാരണ വില കൂടുതലായിരിക്കും. അത്തരത്തിലാണ് അവർ ഇത് ഇറക്കുന്നത്. ഈ പറഞ്ഞ അതിൻ്റെ ബേസ് തത്വം എന്താണോ, ഫാക്ടറിയിൽ നിന്ന് ഉപഭോക്താവിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനം എത്തണം എന്നുള്ള തത്വമാണ് ഈ MLM-ൻ്റെ തത്വമെങ്കിൽ ആ തത്വം ഒരു പ്രോഡക്റ്റിലും പാലിക്കപ്പെടുന്നില്ല. അതാണ് ഈ പറഞ്ഞ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ എല്ലാം പ്രോഡക്റ്റിന് വലിയ വിലയല്ലേ, വലിയ വിലയാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി കാണുന്നവർ നന്ദി, നമസ്കാരം.